ജീവിച്ചിരിപ്പുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? സ്വാഭാവികമായും ദേഷ്യം വരുമല്ലേ? ആ ചോദ്യം പക്ഷേ ചൈനയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പലർക്കും ആശ്വാസമാവുകയാണ്. ജീവിച്ചിരിപ്പുണ്ട് എന്നറിയിക്കാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് ഇപ്പോൾ ചൈനയിൽ താരം. അടുത്തിടെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട പെയ്ഡ് മൊബൈൽ ആപ്പുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ഈ ആപ്പ്. പേരുകൊണ്ട് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആർ യു ഡെഡ് അഥവാ നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന ആപ്പിനെ ആദ്യമൊക്കെ ആളുകൾ ആശങ്കയോടെയാണ് സമീപിച്ചിരുന്നതെങ്കിലും പിന്നീട് ഈ ആപ്പിന് ഏറെ ജനപ്രീതി ആർജിക്കാനായിരിക്കുന്നു. ആധുനിക നഗര ജീവിതത്തിന്റെ ഒറ്റപ്പെടലിനെയും ആരും അറിയാതെ മരിച്ചു പോകുമോ എന്ന മനുഷ്യ സഹജമായ ഭീതിയെയും സ്പർശിക്കുന്ന ഒരാശയമാണ് ഈ ആപ്പ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ആപ്പിന്റെ പ്രവർത്തനം അത്യന്തം ലളിതമാണ്. ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആൾ 2 ദിവസത്തിലൊരിക്കൽ സ്ക്രീനിൽ കാണുന്ന വലിയ ബട്ടൺ അമർത്തണം. അതിലൂടെ ഞാൻ സുരക്ഷിതനാണ് എന്ന സന്ദേശം ആപ്പ് രേഖപ്പെടുത്തും. എന്നാൽ അത് ചെയ്യാൻ മറന്നാൽ അല്ലെങ്കിൽ ബട്ടൺ അമർത്തിയില്ലെങ്കിൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എമർജൻസി കോണ്ടാക്റ്റിന് ആപ്പ് സ്വയം അലേർട്ട് അയക്കും, ഉപയോക്താവിന് എന്തെങ്കിലും അപകടമുണ്ടാകാം എന്ന മുന്നറിയിപ്പോടെ. 2025 മെയ് മാസത്തിൽ ആരും അധികം ശ്രദ്ധിക്കാതെ പുറത്തിറങ്ങിയ ഈ ആപ്പ് 2026 ആരംഭത്തോടെ ചൈനയിലെ പെയ്ഡ് ആപ്പ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. സവിശേഷമായും ബെയ്ജിംഗ്, ഷാങ്ഹായ് പോലുള്ള വൻ നഗരങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവാക്കൾക്കിടയിലാണ് ഈ ആപ്പ് വേഗത്തിൽ പ്രചാരം നേടിയിരിക്കുന്നത്. ഈ ആപ്പിന്റെ ജനപ്രീതി ഒരു യാദൃശ്ചികതയല്ല. ചൈനയിലെ ജനസംഖ്യാ പഠനങ്ങൾ അനുസരിച്ച് 2030 ആകുമ്പോൾ രാജ്യത്ത് ഏകദേശം 200 ദശലക്ഷം ഒറ്റയാൾ കുടുംബങ്ങൾ ഉണ്ടാകുമെന്നതാണ്. ജോലി, പഠനം, നഗരവൽക്കരണം എന്നിവയെല്ലാം ചേർന്ന് ഒരാളുടെ ജീവിതം കൂടുതൽ സ്വതന്ത്രവും അതേസമയം കൂടുതൽ ഒറ്റപ്പെട്ടതുമാകുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് വ്യക്തം. ആപ്പിന്റെ ഡെവലപ്പർമാർ ഇതിനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കുള്ള ഒരു സുരക്ഷാ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓഫീസ് ജീവനക്കാർ, വീട് വിട്ട് ദൂരെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സാഹചര്യമോ തിരഞ്ഞെടുപ്പോ മൂലം ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുന്നവർ ഒക്കെ ഈ ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. ചൈനീസ് സോഷ്യൽ മീഡിയയിൽ ഈ ആപ്പിനെ കുറിച്ച് വികാര നിർഭരമായ ചർച്ചകൾ നടക്കുകയാണിപ്പോൾ. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഒറ്റയ്ക്ക് കഴിയുന്നവർക്ക് ഇതുപോലൊരു ആപ്പ് അത്യാവശ്യമാണ്. ഇൻട്രോവേർട്ടുകൾക്കും ഡിപ്രഷൻ ഉള്ളവർക്കും തൊഴിൽ രഹിതർക്കും ഇത് വലിയ പ്രയോജനം ചെയ്യുമെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ആരും അറിയാതെ മരിച്ചു പോകുമോ എന്ന ഭയം പലർക്കുമുണ്ട്. ആദ്യമൊക്കെ ആപ്പിന്റെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ചർച്ചയായത് അതിന്റെ പേരാണ്. ആർ യു ഡെഡ് എന്നത് വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്ന പേരാണെന്നും ആർ യു ഓക്കെ അല്ലെങ്കിൽ ഹൗ ആർ യു പോലുള്ള പേരുകൾ ആയിരുന്നു കൂടുതൽ ചേരുന്നത് എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം. പലരും ആദ്യകാലത്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മടിച്ചത് ഇത്തരമൊരു സേവനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ ദൗർഭാഗ്യം ക്ഷണിച്ചു വരുത്തുമോ എന്ന ആശങ്കയുണ്ടായിരുന്നത് കൊണ്ടാണത്രേ. മൂൺസ്കോപ്പ് ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്ത ഈ ആപ്പ് പുതിയ പേര് പരിഗണിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര വിപണിയിൽ ഡെമൂമു എന്ന പേരിലാണ് ഇപ്പോൾ ഈ ആപ്പ് ലഭിക്കുന്നത്. അമേരിക്ക, സിംഗപ്പൂർ, ഹോങ്കോങ്, ഓസ്ട്രേലിയ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ടോപ്പ് പെയ്ഡ് യൂട്ടിലിറ്റി ആപ്പുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. 8 യുവാൻ അഥവാ ഏകദേശം 103 രൂപ വിലയുള്ള ഈ ആപ്പ് ആദ്യം സൗജന്യമായിരുന്നു. പിന്നീടാണ് പെയ്ഡ് മോഡലിലേക്ക് മാറിയത്. വേഗത്തിൽ വയസ്സാവുന്ന ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. 60 വയസ്സിന് മുകളിലുള്ളവർ ഇതിനകം തന്നെ രാജ്യത്തിന്റെ 1/5 ഈ പശ്ചാത്തലത്തിൽ മുതിർന്നവർക്കായി പ്രത്യേക ഉൽപ്പന്നം വികസിപ്പിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്നവരെ കുറിച്ച് കൂടുതൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അവർക്കും സ്വപ്നങ്ങളുണ്ട്, ജീവിക്കാൻ അവർ പരിശ്രമിക്കുന്നു. അവരെ കാണുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം എന്നായിരുന്നു കമ്പനിയുടെ സന്ദേശം. ആർ യു ഡെഡ് ഇന്ന് വെറുമൊരു ആപ്പ് അല്ല, ഇന്നത്തെ സമൂഹത്തിന്റെ ഭയങ്ങളുടെ ഒരു ഡിജിറ്റൽ രേഖയാണ്. ഒറ്റപ്പെടലിന്റെ കാലത്ത് ആരും അറിയാതെ ഞാൻ മരിച്ചു പോകുമോ എന്ന ചോദ്യത്തിന് ഒരു സാങ്കേതിക മറുപടിയായി മാറിയിരിക്കുകയാണ് ഈ ആപ്പ്.